വിനേഷ് തുടരാം. ഭവ്യ, സഹോദരിയുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് മുകളിലുള്ള ഒരു കരിനിഴൽ വീഴുന്നു എന്നുള്ള ഒരു സൂചന എന്തായാലും അഞ്ജുവിൻ്റെ വാക്കുകളിലുണ്ട്. കാരണം അവനിനി ജീവനോടെ ലഭിക്കാനുള്ളൊരു സാധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ അവർക്കിപ്പോഴും ഇല്ല എന്ന് തന്നെ ഇതിലേക്ക് അവരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ മൃതദേഹം ഒന്ന് കൊണ്ടുവരാനെങ്കിലും പുറത്തെത്തിക്കാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള രീതിയിലേക്ക് അവർ മാറി. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ അല്ലായിരുന്നു. കാരണം ജീവൻ്റെ ഒരു അംശമെങ്കിലും ബാക്കിയുണ്ടാവും. അർജുൻ തിരിച്ചു വരും, അർജുൻ വീണ്ടും ഈ വീട്ടിലേക്ക്, കണ്ണാടിക്കലുള്ള വീട്ടിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ കുടുംബത്തിനുണ്ടായിരുന്നു. അച്ഛനുണ്ടായിരുന്നു, അമ്മയ്ക്കുണ്ടായിരുന്നു, സഹോദരങ്ങൾക്കുണ്ടായിരുന്നു, ഭാര്യയ്ക്കുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതൊരു മകൻ കൂടി, ഒരു കുഞ്ഞുകുട്ടി കൂടി ഉണ്ടായിരുന്നു നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ആ പ്രതീക്ഷകൾക്കെല്ലാം തന്നെ ഒരു കരിനിഴൽ വീഴുന്നു എന്നുള്ള ഒരു ദുഃഖകരമായ കാര്യങ്ങളിലേക്ക് ഇത് പോകുന്നു. ഒപ്പം തന്നെ ഇവിടുത്തെ സർക്കാരിൻ്റെയും കേരളത്തിലെ സർക്കാരിൻ്റെയും മാധ്യമങ്ങളുടെയും ഒരു ഇടപെടൽ അവരെടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെയൊരു മാധ്യമ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയൊരു ദൗത്യം വളരെ ഈ ഒരു ഘട്ടത്തിലെങ്കിലും എത്തില്ലായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. എന്തായാലും കർണാടകയുടെ ഭാഗത്തിൽ നിന്ന് തുടക്കത്തിൽ നമുക്കറിയാം വളരെ മന്ദഗതിയിലാണ് ഇതിൻ്റെ രക്ഷാപ്രവർത്തനവും ഈ മണ്ണ് നീക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളും നടന്നത്. പക്ഷേ ഇപ്പോൾ ഈ കേരള സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ഇടപെടൽ, മാധ്യമ ഇടപെടലും കൊണ്ട് കുറച്ചുകൂടെ കർണാടകയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടായി. കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി ഉൾപ്പെടെയുള്ളവർ ഷിരൂരിലെത്തുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്തു നമ്മൾ കണ്ടതാണ്. എന്തായാലും മുഖ്യമന്ത്രി തലത്തിലുള്ള ഇടപെടലുകൾ കൃത്യമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു. സൈന്യം ഇറങ്ങിയിട്ടുണ്ട്. കരയിലും പുഴയിലും ഒരുപോലെ തിരച്ചിൽ നടത്തുന്നുണ്ട്. കരയിൽ ഇപ്പോഴും മണ്ണുകൾ ഏറെക്കുറെ നീക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് നമ്മളുടെ പ്രതിനിധി KV ബൈജു റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇനിയും കുറേ ഭാഗങ്ങൾ മണ്ണ് നീക്കം ചെയ്യാനുണ്ട്. ഇവിടെ ലോറി ഉണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും ഇതെല്ലാം വളരെ മാധ്യമങ്ങളുടെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കുടുംബമാണ്. പക്ഷേ ആ അനുദിനം മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും പിന്നിടുമ്പോൾ ആ ഒരു പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്നു. ആ പ്രതീക്ഷ തകിടം മറിയുന്നു എന്നുള്ളതാണ് ആ സഹോദരിയുടെ വാക്കുകളിലൂടെ നമ്മൾ വ്യക്തമാവുന്നത്. എന്തായാലും നമുക്ക് ഈ നാട് കാത്തിരിക്കുകയാണ് അർജുനു വേണ്ടി. അർജുൻ ജീവനോട് ഒരു പോറൽ പോലും ഇല്ലാതെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയാണ് നമ്മളെല്ലാവരും. ആ ഒരു പ്രതീക്ഷയിൽ കൈവിടാതെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും തീരുമാനം. എന്തായാലും അർജുനെ-കുറിച്ച് ഒരു 20-ാമത്തെ വയസ്സിൽ കുടുംബത്തിൻ്റെ ആ ജീവിതഭാരം തലയിൽ വെച്ചൊരു യുവാവ്, 30 വയസ്സായിരിക്കുന്നു. ഇനിയിപ്പോൾ സഹോദരിയുടെ വിവാഹം ഫിക്സ് ചെയ്തിരിക്കുന്നു. അതിലേക്കുള്ള കാര്യങ്ങൾ, മറ്റ് സാമ്പത്തിക കാര്യങ്ങൾക്കെല്ലാം തന്നെ ആ ഒരു 30-കാരൻ തന്നെ അർജുനിൽ മാത്രമാണ് ആ പ്രതീക്ഷ. ആ കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്കും അങ്ങനെ ആത്മാർത്ഥമായി അങ്ങനെ ആഗ്രഹിക്കാം. എന്തായാലും ഇനിയും സൈന്യം ഇറങ്ങിയൊരു സാഹചര്യത്തിൽ അർജുന് ജീവനുണ്ടോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് കൂടി ഇനി അറിയാൻ നമുക്ക് മണിക്കൂറുകൾ കാത്തിരിക്കാം. വിനേഷ്, കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തുടക്കം മുതലുണ്ടായ ഒരു വീഴ്ച, അതാണ് കാര്യങ്ങൾ സങ്കീർണമാക്കിയത്, അല്ലെങ്കിൽ ആ തിരച്ചിലിനുള്ള വേഗം കൈവന്നത് വളരെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ്. അത് വലിയ തരത്തിലാണ് കാര്യങ്ങൾ സങ്കീർണമാക്കിയത്. ആ കാര്യത്തിൽ തർക്കമില്ല. കാരണം തുടക്കം മുതലേ ആ ഒരു തിരച്ചിലിന് വേഗമുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമുക്ക് അർജുനെ തിരികെ കിട്ടുമായിരുന്നു. ഇപ്പോൾ പ്രതീക്ഷ അറ്റി നിൽക്കുന്ന ഒരു കുടുംബത്തെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും അവർ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകളെ പൂർണ്ണമായും അംഗീകരിക്കുന്നുണ്ടല്ലേ? അവരുടെ വാക്കുകളിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതാണ്. തീർച്ചയായും ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഫലപ്രദമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടിരിക്കുന്നു. MP MK രാഘവൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്ത് പോയിരിക്കുന്നു. കുടുംബവുമായി അവർ സംസാരിക്കുന്നുണ്ട്. കൃത്യമായ ആശയവിനിമയം നടത്തുന്നുണ്ട്, ഇടപെടലുകൾ നടത്തുന്നുണ്ട്. കർണാടക സർക്കാരുമായി കേരള സർക്കാരിൽ നിന്നുള്ള പ്രതിനിധികൾ സംസാരിക്കുന്നുണ്ട്. ഇത്രയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങളും കൃത്യമായി തന്നെ മാധ്യമങ്ങളിലൂടെ വരുന്നു. അവർക്ക് പറയാനുള്ള കാര്യം അവർ കൃത്യമായി ഉദ്യോഗസ്ഥരോട് പറയുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. ഇതനുസരിച്ച് ആ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നമ്മുടെ സംവിധാനങ്ങളെല്ലാം തന്നെ സ്റ്റേറ്റിൻ്റെ മുഴുവൻ ഏത് രീതിയിൽ സ്റ്റേറ്റിന് സഹകരിക്കാൻ പറ്റും അങ്ങനെയെല്ലാം തന്നെ സഹകരിക്കുന്നു. ഒപ്പം തന്നെ രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെയുള്ള ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് പോകുന്നു. അതൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. നമ്മളുടെ ഈ ഒറ്റക്കെട്ടായി അർജുനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെ നമുക്ക് ഇനി മണിക്കൂറുകളുണ്ട്. എന്തായാലും നമ്മളുടെ സംവിധാനങ്ങൾ അതിനകത്ത് നമ്മൾക്ക് ഒരുപാട് നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യയെല്ലാം ഒരുപാട് വളർന്നു. നമ്മൾ ടെക്നോളജി വലിയ തോതിൽ വളർന്ന ഒരു കാലഘട്ടത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് പോലും ഈ ലോറിയും മറ്റും
ശ്രമിച്ചിട്ടും കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ ഇത് കാര്യക്ഷമമായ ഒരു ഇടപെടൽ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത് തെരയുന്ന സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ, മാധ്യമ റിപ്പോർട്ടുകളും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ അവിടെ നിന്ന് നൽകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ തുടക്കത്തിൽ ഒരു മന്ദഗതിയിലായിരുന്നു ഇതിൻ്റെ രക്ഷാപ്രവർത്തനം പോയിരുന്നത്, മണ്ണ് നീക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോയിരുന്നത്. കാരണം കൃത്യമായി തന്നെ ആ സമയത്ത് തന്നെ നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് റഡാർ പോലുള്ള സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഇത് GPS ഉപയോഗിച്ചുകൊണ്ടും ഈ വാഹനം ഇതിന് കൃത്യമായി കണ്ടെത്താനും ലോറി കണ്ടെത്താനും, കാരണം മൊബൈലെല്ലാം തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ മിനിറ്റുകൾക്കകം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനമുള്ള നാടാണ് നമ്മളത്. എന്നിട്ട് പോലും ഇത്രയും സമയമായിട്ട് അതിനുള്ളിൽ എത്ര ആളുണ്ട്, അവിടെ ഒരു കടയുണ്ടായിരുന്നു, ആ കടയിലുണ്ടായിരുന്ന ആളുകൾ, ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും കുട്ടികളും മരിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ 3 ലോറികളുണ്ട് എന്നുള്ളതാണ്. ഇതിൽ കൂടുതലുണ്ടോ എന്ന് പോലും കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരുപക്ഷെ അവരുടെ പെല്ലെപ്പോക്ക് നയമാണ് അല്ലെങ്കിൽ അലംഭാവമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കുടുംബത്തിനും അത് തന്നെയാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. തുടക്കത്തിലൊരു മന്ദഗതിയിലാണ്. കേരളത്തിൻ്റെ ഒരു കൃത്യമായ ഇടപെടൽ, മാധ്യമ ഇടപെടലും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഒരു കൃത്യമായ ഇടപെടൽ ഇതിലുണ്ടായതിനു ശേഷമാണ് ഈ ദൗത്യം ഈ ഘട്ടത്തിലേക്കെങ്കിലും എത്തിയിട്ടുള്ളത്. എന്തായാലും സൈന്യം ഇറങ്ങിയിരിക്കുന്നു. സൈന്യം കൃത്യമായി അവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഒരു വിശകലനം നടത്തിയിട്ടുണ്ട്. കൃത്യമായി തന്നെ അവിടെ സ്ഥലങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ലോറി കണ്ടെത്തുന്നതിനും ഒരേ സമയം തന്നെ കരയിലും അതുപോലെ തന്നെ പുഴയിലും, ഗംഗാവലി പുഴയിലും തിരച്ചിൽ നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. അതിൽ നേരിയ ആശ്വാസം എന്തായാലും കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം അവൻ ഒരുപക്ഷെ ഇനി ജീവനോടെ തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല. പക്ഷേ അവൻ്റെ മൃതദേഹമെങ്കിലും എത്രയും പെട്ടെന്ന് കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ എത്ര ദിവസമായി ഇങ്ങനെ കാത്തിരിക്കുന്നു. മിഴിയണയാതെ അവർ കഴിഞ്ഞ 7 ദിവസമായി കാത്തിരിക്കുകയാണ് ആ കുടുംബം, ആ കുട്ടികൾ, ചെറിയ കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ. എന്തായാലും നമുക്ക് അർജുന് വേണ്ടി കാത്തിരിക്കാം. അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷ നമ്മളും വെച്ച് പുലർത്തുന്നുണ്ട്. എന്തായാലും കുടുംബം അവരുടെ, ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇവരുടെ വീടിന് സമീപത്താണ്. ഈ പ്രദേശത്തെ നാട്ടുകാരും അർജുന് വേണ്ടി കാത്തിരിക്കുകയാണ്. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും അർജുൻ മടങ്ങി വരണമെന്നൊരു പ്രാർത്ഥന മാത്രമാണ് ഓരോ മലയാളി വീടുകളിലുമുള്ളത്. ഒരുപാട് ആ ഒരു മിറാക്കിൾ സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഒരു നാട് മുഴുവൻ അർജുന് വേണ്ടി കാത്തിരിക്കുന്നത്. എന്തായാലും ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൈന്യം ഇന്ന് തിരച്ചിൽ നടത്തും. അർജുനിലേക്ക് ഇന്ന് തന്നെ എത്താനാകും. ഇന്ന് എന്നതിലപ്പുറത്തേക്ക് നമുക്കൊരു ചിന്തയില്ല. ഇന്ന് തന്നെ വളരെ വേഗം അർജുനിലേക്ക് എത്താനാകുമെന്നാണ് പ്രതീക്ഷ. പ്രതീക്ഷയറ്റൊരു കുടുംബത്തെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അത് സ്വാഭാവികമാണ്. 7 ദിവസമായി തങ്ങളുടെ വേണ്ടപ്പെട്ടവനെ, പ്രിയപ്പെട്ടവനെ കുറിച്ച് അറിയാതെയാണ് ഒരു കുടുംബം കഴിയുന്നത്. അമ്മയും ഭാര്യയും സഹോദരന്മാരും അടക്കമുള്ളൊരു കുടുംബമാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇതൊന്നും അറിയാതെ ഒരു കുഞ്ഞടക്കം, അർജുൻ്റെ ചെറിയൊരു കുഞ്ഞടക്കം ആ വീട്ടിലുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ പോലും പ്രായമില്ലാത്തൊരു പെഞ്ചു കുഞ്ഞടക്കം ആ വീട്ടിൽ ഉണ്ട്, തൻ്റെ അച്ഛനെ കാത്ത്. എന്തായാലും ഉടൻ തന്നെ അർജുനിലേക്ക് എത്താനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും ഈ ലോറി, അർജുൻ അപകടത്തിൽപ്പെട്ട ലോറി കരയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്നത്. കൂടുതൽ മുന്നോട്ട് ആഴത്തിൽ മണ്ണ് നീക്കാൻ ശ്രമമാണ് നടക്കുന്നതെന്നുമാണ് രഞ്ജിത്ത് പറയുന്നത്. ഗ്രൗണ്ട് സെർച്ച് കണ്ടിന്യൂ ചെയ്ത് തന്നെയാണ്. നേവിയുടെ യൂണിറ്റ്, എൻ്റെ വാട്ടർ യൂണിറ്റ് ഫസ്റ്റ് ഡേ തൊട്ട് ഓൺ ദ ഇൻസിഡന്റ് സമയം തൊട്ട് ഈ ഇന്നലെ 6 ഡേ വരെ പൂർണ്ണമായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടറിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. അതും ഉച്ചയ്ക്ക് NDRF COS ആയിട്ട് നോക്കിയത് അത് വുഡ് മെറ്റീരിയൽ മാത്രമായിരുന്നു. സെർച്ച് ഒന്നും ആയിട്ട് 90% ഒന്നും ആയിട്ടില്ല. ആ സെർച്ച് ഇനിയിപ്പം ഭാരത് ബെൻസ് ലോറിയുടെ GPS ലൊക്കേഷൻ കാണിച്ച് ആ സ്ഥലത്ത് വലിയ ബോൾഡർ കിടപ്പുണ്ട്, അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് സെർച്ച് കണ്ടിന്യൂ ചെയ്തതാണ്. കാരണം നമുക്ക് സംശയമുള്ള സ്ഥലങ്ങളെല്ലാം ആ മണ്ണ് മാറ്റി പരിശോധിച്ചേ പറ്റുള്ളൂ. പിന്നെ ലാൻഡ് റിവർ സൈഡിലുള്ള മണ്ണ് മാറ്റണം. ഇതെല്ലാം പറഞ്ഞല്ലോ ഒരു ഹെവി ടാസ്ക്, ഹെർക്കുലിയൻ ടാസ്ക് ആണ്. ഇപ്പം ശക്തമായ മഴയും പെയ്യാണ്. ഈ മഴയാണ് നമ്മളെ ഈ താമസിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം. മാക്സിമം നമ്മൾ നൈറ്റ് വർക്ക് ചെയ്യാൻ ഞാൻ റെഡിയാണ്. നൈറ്റ് വർക്കൗട്ട് ഞാൻ റെഡിയാണ്. മഴ കൊണ്ടോ ഈ നൈറ്റ് വർക്കൗട്ട് ചെയ്യാൻ പെർമിഷൻ കിട്ടിയിട്ടില്ല. ഇത് കൊളയടിയാനുള്ള ചാൻസുള്ള, കൊളാപ്സിയുള്ള ചാൻസും ഈ ലാൻഡ് സ്ലൈഡിങ് വീണ് ചാൻസ് കൊണ്ട് അഡ്മിനിസ്ട്രേഷൻ നൈറ്റ് വർക്കൗട്ട് ഒരു കാരണം സമ്മതിച്ചിട്ടില്ല. അല്ലെങ്കിൽ നൈറ്റ് വർക്ക് ഞാൻ റെഡി തന്നെയാണ്. NDRF യൂണിറ്റ് റെഡി തന്നെയാണ്. നമ്മൾ ഒരു വിട്ടുവീഴ്ച 24 മണിക്കൂർ ചെയ്യാൻ റെഡി തന്നെയാണ്. ഒരു സമയം വെറുതെ ഇരിക്കുന്നില്ല. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സെർച്ചിങ് നടക്കുന്നത്. ഇന്ത്യൻ ആർമി യൂണിറ്റ് വന്നിട്ടുണ്ട്. അവർ ബാക്കി കാര്യങ്ങളെന്ന് വെച്ചാൽ ഓരോ ജോയിന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പം പോയ ഈ ചെയ്ത ഗ്രൗണ്ട് സെർച്ചിങ് ഒന്നും നെഗറ്റീവ് ആയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും വളരെ അവർ പറഞ്ഞ ക്ലിയർ കട്ടായിട്ട് എല്ലാം പോകുന്നതെല്ലാം. വെള്ളത്തിലുണ്ട് ഇത്ര 6 ദിവസമായിട്ട് സെർച്ച് നടക്കുകയാണ്. അത് അതിന്റെ പാരലായിട്ട് ആ സെർച്ച് നടക്കുകയാണ്. അതുപോലെ ഗ്രൗണ്ട് സെർച്ച് ആവശ്യമാണ്. ഈ രണ്ടിലും നമുക്ക് ഉറപ്പ് വരുത്തണം ട്രക്ക് എവിടെയാണെന്നുള്ളത്. ഉറപ്പ് ഈ പിക്ചർ ക്ലിയർ ആണെങ്കിൽ മണ്ണ് മാറ്റി മൂവ് ചെയ്തെടുത്താൽ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഹൈ പെനട്രേറ്റിംഗ് റഡാർ കൊണ്ടുവരണം. ഏറ്റവും മികച്ചായിട്ടുള്ള ഒരു ഹൈ പെനട്രേറ്റിംഗ് റഡാർ ഉണ്ടെങ്കിൽ വണ്ടി ഫൈൻഡ് ഔട്ട് ചെയ്യാമായിരുന്നു. DRDO ഡിഫൻസിനൊക്കെ സാധനം ഉണ്ട്. നമ്മൾ ഇന്നലെ കണ്ടതാണ് ഈ അപകട സ്ഥലത്ത് നിന്ന് സെൽഫി എടുത്ത
കർണാടക SP നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ ഇന്നലെ കർണാടക റവന്യൂ മന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട്, 98% കരയിലെ തിരച്ചിൽ പൂർണ്ണമായി, അവിടെ എന്തായാലും ലോറിയില്ല എന്നൊരു സ്ഥിരീകരണം പോലും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നത് വളരെ നിരാശയോടുകൂടിയാണ് നമ്മൾ കേട്ടത്. പക്ഷേ അതല്ല സംഭവം. 98% പോയിട്ട് ഒരു 70% പോലും മണ്ണ് പൂർണ്ണമായി മാറ്റിയിട്ടില്ല എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ മാധ്യമ പ്രവർത്തകർ കൃത്യമായി അതിന്റെ അപ്ഡേറ്റുകൾ നൽകുന്നു. അവിടെയുള്ള അധികൃതർ, വിദഗ്ധർ പറയുന്നു, രഞ്ജിത്ത്, ഇസ്രായേലിനെ പോലെയുള്ള വിദഗ്ധർ പറയുന്നു 70% പോലും മണ്ണ് പൂർണ്ണമായി മാറ്റിയിട്ടില്ല. വലിയ മൺകൂന അവിടെ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. കൂടുതലും അവിടെ തന്നെയാണ് അർജുന്റെ ലോറി ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. അത് പ്രത്യേകിച്ചും അതിനെടുത്തു പറയാനുള്ള കാരണം 2 തവണ ഫോൺ റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലാണെങ്കിൽ നദിയിലേക്കാണ് ഈ ലോറി പതിച്ചതെങ്കിൽ ഒരിക്കലും ഫോൺ അങ്ങനെ ഓൺ ആകുന്നൊരു സാഹചര്യം, 2 തവണ ഫോൺ റിങ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല എന്നും അടക്കം രഞ്ജിത്ത് പറയുന്നത് നമ്മൾ കേട്ടതാണ്. സ്വാഭാവികമായും ആ കരയിൽ തന്നെ ആയിരിക്കാം, ആ മൺകൂനയ്ക്കുള്ളിൽ തന്നെ ആയിരിക്കാം ലോറി ഉണ്ടാവുക. പൂർണ്ണമായും ആ ലോറി അവിടെ മണ്ണ് പൂർണ്ണമായും മാറ്റിയിട്ടില്ല എന്ന് രഞ്ജിത്ത് ഇന്നലെ പറയുന്നു. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം കർണാടക റവന്യൂ മന്ത്രി ഇത്തരത്തിലൊരു വാക്കുകൾ പറഞ്ഞത് എന്നത് ഏറെ തെറ്റിദ്ധാരണയുണ്ടാക്കി. ഇന്ന് MK രാഘവൻ അടക്കം പറയുന്നു അത് അധികൃതർ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും. ഇത്ര വലിയൊരു സംഭവം നടക്കുമ്പോൾ ഇത്ര വലിയ അലംഭാവത്തോടു കൂടിയാണോ മന്ത്രി പ്രതികരിക്കേണ്ടതെന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. എന്തായാലും ഈ കരയിൽ ലോറിയില്ലെന്ന കർണാടക റവന്യൂ മന്ത്രിയുടെ പ്രസ്താവന ഇപ്പോൾ അർജുന്റെ കുടുംബം തള്ളിയിരിക്കുകയാണ്. ലോറി കരയിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യതയെന്നാണ് അർജുന്റെ ബന്ധുവും ന്യൂസ് 18നോട് പ്രതികരിച്ചത്. അർജുന്റെ ബന്ധു ജിതിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. അർജുന്റെ ബന്ധു ജിതിനാണ് ന്യൂസ് 18നോടൊപ്പം ചേരുന്നത്. ഈ കരയിൽ ഈ ലോറി ഇല്ല എന്ന ഒരു പ്രസ്താവനയാണ് ഈ ഇത്തരത്തിൽ മന്ത്രി കഴിഞ്ഞ ദിവസം. നിങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? അതല്ല, അതില് നമുക്കത് ഉറപ്പിക്കാനൊന്നും ഇതുവരെ ആയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും കരയിലും പിന്നെ ആ പുഴയുടെ ഭാഗത്തും ഒരേപോലെ തന്നെ ഒരുമിച്ച് അത് മണ്ണെടുപ്പും അതിന്റെ നീക്കങ്ങളും നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കരയിലും പുഴയിലും ഒരേ സമയത്ത് തന്നെ തെരച്ചിൽ തുടരണമെന്നാണ്. അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ തുടർന്നാലേ നമുക്ക് ഇനി ഇൻകേസ് അവർ പറഞ്ഞ മാതിരി കരയിലില്ലെങ്കിൽ പോലും നമുക്ക് എത്രയും വൈകാതെ അവനെ നമുക്ക് തിരിച്ചെടുക്കാൻ അവിടുന്ന് പറ്റുള്ളൂ. ഈ രഞ്ജിത്ത് നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഇവിടെ എത്തിയ രഞ്ജിത്തിന്റെ ഒരു നിഗമനം. രഞ്ജിത്തിന്റെ നിഗമനം അത് കരയിൽ തന്നെയാണുള്ളത്, അത് വെള്ളത്തിൽ പോയിട്ടില്ല എന്നാണ് അദ്ദേഹം 100% ഉറപ്പായിട്ട് പറയുന്നത്. അത് കരയിൽ തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയെങ്കിൽ അർജുനെ ജീവനോടെ നമുക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഈ സമയത്തും ഈ ഘട്ടത്തിലും നിങ്ങൾക്കുള്ളത്? അതെ, പ്രതീക്ഷ ഉണ്ട്. പ്രതീക്ഷ എനിക്ക് കൈവിടാൻ പറ്റില്ലത്. ഈ റവന്യൂ മന്ത്രിയുടെ പല പ്രസ്താവനകളും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിനോട് എങ്ങനെയാണ് കുടുംബം പ്രതികരിക്കുന്നത്? അല്ല, ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ കൗണ്ടറായിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ അറിയില്ല. കാരണം നമ്മുടെ കേരളക്കാർ ഒന്നാകെ കണ്ടതാണ് ഇവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളത്. അതിൽ ഞാൻ ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമല്ല. പക്ഷേ സംഭവിച്ചെല്ലാം സംഭവിച്ചു. ഇന്നെങ്കിലും അർജുനെ എനിക്ക് തിരിച്ചു തന്നേ പറ്റുള്ളൂ. എനിക്ക് കുടുംബത്തിനും തിരിച്ചു തരണം അർജുനിൽ നിന്ന്. അർജുനൊപ്പം ഇവിടെ തന്നെ നാട്ടുകാരായ 2 പേരും ഈ മണ്ണിനടിയിലുണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ എന്താണ്? അല്ല, അങ്ങനെ അവരെ കുടുംബമൊക്കെ പുറത്തിരുന്ന് കരയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവരെ എന്താണെന്ന് അറിയില്ല. കുടുംബത്തിന്റെ നിസ്സഹായത അത് എത്രത്തോളം വലുതാണെന്ന് ഞാൻ കണ്ടു അവരെ. ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യം അല്ലെങ്കിൽ നിങ്ങൾ പരാതി നിലവിലുള്ള സംവിധാനം സഹായിക്കുന്ന ഏകോപിക്കുന്നതിനുണ്ടോ? ഉണ്ട്. സംസ്ഥാന സർക്കാരിന്റെ സഹായം ഇവിടെ ജോലി ഏകോപിക്കുന്നതിൽ കാസർഗോഡ് DYSP സാറുണ്ട്, കാസർഗോഡ് MVD ഉദ്യോഗസ്ഥരുണ്ട്. അവരെ സഹായം വളരെ പ്രശംസനീയമാണ്. തീർച്ചയായിട്ടും അവർ ഏകോപിപ്പിക്കുന്നുണ്ട് ഇവിടെ. എന്തായാലും നമുക്ക് ജിതിൻ വേണം എന്ന ആവശ്യം തന്നെയാണ് നമ്മളിപ്പോഴും ഉന്നയിക്കുന്നത്. കർണാടക സർക്കാർ ഇനിയും ഈ സൈന്യത്തിന്റെ തെരച്ചിൽ ഏതായാലും തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുമായി സഹകരിക്കണം എന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ആ കരയിലെ തെരച്ചിൽ അവസാനിപ്പിക്കാൻ നമുക്ക് ആയിട്ടില്ല. കാരണം ഇനിയും 50% മണ്ണ് അവിടെ എടുക്കാനുണ്ട്. അതിൽ നമുക്ക് ഇനിയും അതിന്റെ ഒരു കുറച്ച് ശതമാനം കൂടി മണ്ണ് എടുത്താൽ മാത്രമേ നമുക്ക് വണ്ടി അവിടെ എല്ലാം 100% ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഈ സൈന്യം ഇപ്പോൾ വന്നത് ഏത് രീതിയിലാണ് കുടുംബം കാണുന്നത്? സൈന്യം കുടുംബത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നല്ലോ എത്തിയത്. സൈന്യം ആവശ്യപ്രകാരം വന്നു എന്നല്ലാതെ ഇതുവരെ ഒരു ഇമ്പാക്റ്റ് അതിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. കാരണം അവർക്ക് അങ്ങനത്തെ ഒരു എക്യുപ്മെന്റ്സോ അല്ല അങ്ങനത്തെ ഒരു സംവിധാനമോ ഒന്നും കൊണ്ടല്ല അവർ വന്നിരിക്കുന്നത്.
അവർ ജസ്റ്റ് വന്നതും അങ്ങനെയുള്ളൂ. അതാണ് ഞാനിപ്പം മനസ്സിലാക്കിയത്. ഏതായാലും കരയിലും അതുപോലെ തന്നെ പുഴയിലും ഒരുപോലെയുള്ള തിരച്ചിലാണ് ഇനി നടത്തേണ്ടത്. അത് തന്നെയാണ് കുടുംബവും ആവശ്യപ്പെടുന്നത്. അർജുനെ കണ്ടെത്താതെ പിന്നോട്ടില്ലെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഏകോപന ചുമതലയുള്ള ഡിവൈഎസ്പി പ്രേം സതൻ. സൈന്യമെത്തിയത് തിരച്ചിലിന് ഊർജ്ജം പകരുമെന്നും ഡിവൈഎസ്പി ന്യൂസ് 18നോട്. ശിരൂരിൽ സംസ്ഥാന സർക്കാരിന്റെ ഏകോപന ചുമതലയുള്ള ഡിവൈഎസ്പി പ്രേം സദനാണ് ന്യൂസ് 18നോടൊപ്പം ചേരുന്നത്. എന്തായാലും അദ്ദേഹത്തോട് തന്നെ ഏത് രീതിയിലാണ് ഇനി പ്രവൃത്തികൾ എന്ന് ചോദിക്കാം. എങ്ങനെയാണ് സർ ഇനി ഏതായാലും സൈന്യം ഇവിടെ എത്തിയിരിക്കുന്നു, ഏത് രീതിയിലായിരിക്കും ഇനി ഏകോപനം നടക്കുക? സൈന്യത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ഇന്നു മുതൽ പ്രവർത്തനം ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കരയിലെ മണൽ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കരയിൽ പൂർണ്ണമായിട്ടും അർജുൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഞങ്ങളുടെ കോൺസെൻട്രേഷൻ താഴെ പുഴയിലേക്ക് മാറുകയുള്ളൂ. എന്തായാലും ഞങ്ങൾ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. അർജുനെ ജീവനോട് കൂടി തന്നെ കണ്ടെത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ മണ്ണിനടിയിൽ ഉണ്ടാകുമെന്ന് റോഡിന് വശം ഉണ്ടാകുന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ അത് ഇല്ല എന്നിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി പുഴയിൽ എത്രത്തോളം സാധ്യതയുണ്ട് നമുക്ക് തിരച്ചിലിനും മറ്റുമായും? തീർച്ചയായിട്ടും കരയിലെ കാര്യങ്ങൾ ഞങ്ങൾ വിട്ടുകളഞ്ഞിട്ടില്ല. കരയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും ഉള്ളത്. അതിനുശേഷം മാത്രമേ പൂർണ്ണമായിട്ടുള്ള തോതിൽ പുഴയിലേക്കുള്ള തെരച്ചിൽ തുടരുകയുള്ളൂ. കരയിൽ നിന്ന് അർജുൻ്റെ അടുത്ത് എത്താൻ കഴിയുമെന്ന പൂർണ്ണ പ്രതീക്ഷയിലാണ് പോലീസും കേരള സർക്കാരും ഉള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും വളരെ വേഗത കുറഞ്ഞായിരുന്നു പ്രവർത്തനം ഉണ്ടായത്. ഇപ്പോൾ സൈന്യം എത്തിയിരിക്കുന്നു. അത് എത്രത്തോളം ഊർജം ഉണ്ട്? 40 അംഗ സൈന്യം ഇവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഇവിടെ തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അർജുൻ്റെ അടുത്ത് എത്താൻ പറ്റും. അർജുനോട് കൂടി തന്നെ കേരളത്തിലേക്ക് മടങ്ങാൻ കഴിയുമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. എന്തായാലും അർജുനെയും കൊണ്ട് കേരളത്തിലേക്ക് മടങ്ങുക എന്നാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇവർക്ക് പുറമെ MVD മറ്റു ഉദ്യോഗസ്ഥരും കേരളത്തിൽ നിന്ന് ഇവിടെ ക്യാമ്പ് ചെയ്ത് ഈ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. KV ബൈജു, ന്യൂസ് 18 ശിരൂർ. KV ബൈജു, നമുക്ക്